പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വിദ്യാസക്തൻ ദൈവാനുഗ്രഹത്താലും നമ്മുടെ ഫെലോഷിപ്പിലൂടെ ജീവിക്കുന്നതിനാലും എങ്കിൽ എല്ലാവർക്കും നല്ലൊരു ടൈം. ഹായ് പ്രമോദ്. ഹായ്. ഹായ് പ്രമോദേട്ട. ഇച്ചിരുന്ന് വൈകി. എൻ്റെ ഈ മീറ്റിംഗിന്റെ ലിങ്ക് 2 ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് മീറ്റിംഗിന്റെ ലിങ്ക് ഒന്ന് തപ്പിയെടുക്കാൻ കുറച്ച് ആയി ഇതിനകത്ത് വന്നിട്ട്. പാരമ്പര്യങ്ങളെ പറ്റിയുള്ള ചർച്ച ആരംഭിക്കാനാണ് എന്നോട് റോഷൻ ആവശ്യപ്പെട്ടത്. അപ്പൊ ഇതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു പ്രാവശ്യം 6 വരെയുള്ള പാരമ്പര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു 7ാമത് തൊട്ട് പോരെന്ന് ചോദിച്ചു. റോഷൻ പറഞ്ഞു അന്നില്ലാത്ത കുറെ പേര് ഇതിനകത്തുണ്ട്, അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കേട്ട ആളുകളുണ്ടാവും, കേൾക്കാത്ത ആൾക്കാരുണ്ടാവും, അന്ന് ചർച്ചയിലില്ലാത്ത ആൾക്കാരുണ്ടാവും. ബോറടിക്കില്ലെങ്കിൽ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. ഇത് അങ്ങനെ തുടങ്ങിയിട്ട് ഇത് 12 വരെ 12ാമത്തെ പാരമ്പര്യത്തിൽ അവസാനിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനല്ലേ? എല്ലാവരോടും ഒരു സമ്മതം ഞാൻ ചോദിക്കാനൊക്കെ ആയിരുന്നു. റോഷൻ തുടങ്ങാതില്ലേ? യെസ്. ഇതില് ഒരു കേട്ട ആളുകളൊന്ന് മുമ്പ് പാരമ്പര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരേ കാര്യമല്ലാതെ എന്നാൽ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഫണ്ടമെന്റലായ കാര്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം എന്ന് പറയുന്നു. ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേൾക്കേണ്ടി വരും. അപ്പോ ഒന്ന് പെട്ടെന്ന് തന്നെ ഒരുപാട് നീട്ടി കൊണ്ടുപോകാതെ തന്നെ കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്കത് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാനൊരു കോമഡി എന്താന്ന് വെച്ചാല്, ഇത്രയും ഏറെ പാരമ്പര്യങ്ങളെ പറ്റി ചർച്ച നടന്നൊരു സ്ഥലം വേറെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കേരളം ഇത്രയും എണ്ണം ആൾക്കാർക്ക് പാരമ്പര്യങ്ങളെ പറ്റി ഫെലോഷിപ്പ് ഉള്ള സ്ഥലത്ത് പാരമ്പര്യങ്ങളെ പറ്റി കാണാതെ പറയാൻ അതിനെപ്പറ്റി ഇത്രയും ചർച്ചകൾ പങ്കെടുക്കാൻ കഴിഞ്ഞ വലിയൊരു സമൂഹമുള്ള സ്ഥലം കൂടിയാണ് നമ്മള് കേരളം. മലയാളികൾ, കേരളം എന്ന് പറയുന്നില്ല, മലയാളികൾ, എവിടൊക്കെയുള്ള ആൾക്കാർ, പ്രവാസികൾ ഇതിനകത്തുണ്ട്. കോമഡി എന്താന്ന് വെച്ചാല് അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാരമ്പര്യ ലംഘനങ്ങൾ നടക്കുന്നത്. വേറെ കുറ്റം പറയല്ല, അത് തമാശയായിട്ട് പറഞ്ഞാണ്. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ തമാശയും കാര്യമൊക്കെ ഉണ്ട് അതിനകത്ത്. ഇവിടത്തെ നമ്മുടെ ഇടയിൽ തന്നെയാണ് വളരെ ഗൗരവമായ രീതിയിൽ പാരമ്പര്യ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ, ഇത്തരം കാര്യങ്ങളും ഒക്കെ തന്നെ പുതിയതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, വാഷിംഗ്ടൺ യൂണിയൻ ഗ്രൂപ്പ് ഉണ്ടായി, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഉണ്ടായി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച ആ യാത്രയെ പറ്റിയൊക്കെ നമുക്കറിയാം. 935 മുതൽ 946 വരെയുള്ള എയുടെ തീക്ഷ്ണ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തെ പറ്റി ചില സൂചനകളൊക്കെ നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. ഈ കാലഘട്ടമാണ് പാരമ്പര്യങ്ങൾ വളർന്ന രൂപം ഇന്നത്തെ നമ്മൾ കാണുന്നത് പോലെ ആയി മാറി. 935 മുതൽ 946 വരെ. അപ്പോ അതിന്റെ ഈ വളർച്ചയിലെ ഈ പറയുന്ന 11 വർഷം, ഇതിന്റെ വളർച്ചയിലെ നാൾവഴി വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, ചില വായനകളൊക്കെ നമ്മളെ എന്നെ അങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത്. ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരം വെല്ലുവിളികളും ഇതിന്റെ കഥകളും അതിന്റെ നാൾവഴികളും ഒന്നും ഒരു കാലഗണനാക്രമത്തിൽ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് എവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല.
കുറെ കംസ് ഓഫ് ഏജ് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ചില പഠനങ്ങൾ, ചില നെറ്റിലൂടെയുള്ള ചില വായനകൾ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഭാഗത്തുകൂടി നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ പാരമ്പര്യങ്ങളുടെ ഹിസ്റ്റോറിക്കൽ സൈഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഐഡിയ കിട്ടും. അപ്പൊ ഇതൊക്കെ ശൈശവകാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാമോ അതൊക്കെ ഗ്രഹിച്ചിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഏകാധിപത്യം, പണത്തിന്റെ പ്രശ്നം, പിന്നെ അധികാരത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, ഈ പറയുന്ന പവർ, ലെസ്റ്റ് ഫോർ പവർ, ഇതൊക്കെ നല്ല രീതിയിൽ അന്ന് ഗ്രഹിച്ചിരുന്നു. അപ്പൊ അതിലൊരു ഞാൻ എവിടെയോ ഒരു സെന്റൻസ് വായിച്ചു, ഗ്രൂപ്പ്സ് ആർ നോട്ട് ഡിസ്ട്രോയിഡ് ഫ്രം ഔട്ട്സൈഡ്, ദേ ആർ ഡിസ്ട്രോയിഡ് ഫ്രം ദ ഇൻസൈഡ്. അന്നത്തെ ഗ്രൂപ്പുകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നില്ല. പുറത്താരും എ ഗ്രൂപ്പുകളെ ആക്രമിക്കാൻ നശിപ്പിക്കാനോ വന്നില്ല. എല്ലാ പ്രശ്നവും ഉണ്ടായത് ദേ ആർ ഡിസ്ട്രോയിഡ് ഫ്രം ദ ഇൻസൈഡ്. എക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എയുടെ അകത്ത് നിന്ന്, പുറത്തു നിന്ന് പ്രശ്നങ്ങൾ കുറവാണ് എന്ന് പറയുന്നു. അപ്പോ ഗ്രൂപ്പുകളിൽ മാത്രമല്ല, അന്ന് എക്ക് വേണ്ടി രൂപീകൃതമായ സേവന കേന്ദ്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നേതൃത്വം, അധികാരം, മതം, സാമ്പത്തികം, വിശ്വാസം, ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ആശയക്കുഴപ്പങ്ങളുണ്ടായി. നമ്മുടെ സഹസ്ഥാപകനായിട്ടുള്ള ബിൽഡബ്ല്യുവിന് പോലും 1937 ഒക്ടോബറിൽ ഒരു വഴിതെറ്റിയ കഥയുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. അദ്ദേഹം ഒരു വിദേശ രാജ്യങ്ങളിലെ, മറ്റു രാജ്യങ്ങളിലെ എയുടെ സന്ദേശം എത്തിക്കുന്നതിന് ഒരു പെയ്ഡ് മിഷണറിമാരെ പോസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ചെറിയ ചെറിയ ഹോസ്പിറ്റൽ സൗകര്യത്തെ പറ്റി അദ്ദേഹം ഗഹനമായി ചിന്തിച്ചിരുന്നു. അതുപോലെ എ ബുക്ക് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റി അദ്ദേഹം ആലോചിച്ചിരുന്നു. ഇത് അദ്ദേഹം അന്നത്തെ ഏതോ ഒരു കമ്മിറ്റിയുടെ ഒരു വോട്ടെടുപ്പിന് അദ്ദേഹം വിട്ടപ്പോ അതിന് 1 വോട്ടോ 2 വോട്ടോ അങ്ങോട്ട് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ സഹസ്ഥാപകന് അദ്ദേഹത്തിന്റെ പോലും അങ്ങനെ തോന്നി, പെയ്ഡ് മിഷണറിമാരെ വെച്ചാലോ എന്ന് തോന്നി എക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വോട്ട് ബോബ് പോലും അൺവില്ലിംഗ് ആയിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എ ബുക്ക് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകം. അത് പിന്നീട് ബിഗ് ബുക്കായി പുറത്തു വന്നു. പിന്നീട് 1936 2 വർഷം സുബോധാവസ്ഥയിലായപ്പോഴാണ് ബിൽഡബ്ല്യു ഗ്രൂപ്പ് കോൺഷ്യസ് എന്ന തത്വത്തെ പറ്റി ബോധവാനാകുന്നത്. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് കോൺഷ്യസ് എന്ന ആ ഒരു തത്വം? അദ്ദേഹത്തിന് അതിന്റെ ശക്തി ബോധ്യപ്പെട്ടത് ഈ കാലഘട്ടങ്ങളിലാണ്. ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാതെ, ഒറ്റയ്ക്ക് ഒരു കാര്യത്തെ പറ്റി ഒരു ലക്ഷ്യത്തിലോ തീരുമാനത്തിലോ എത്താതെ, അത് കുറച്ച് ആൾക്കാരുടെ മനസ്സിലൂടെ കടത്തിവിട്ട് ഒന്ന് ഫിൽട്ടർ ചെയ്തതിനു ശേഷം ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു രീതി എയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നതിനു ശേഷം 1937 ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നും ന്യൂയോർക്കിലെ എ ഗ്രൂപ്പ് വേർപെട്ടു. പുറമേ നിന്നുള്ള ഇടപെടലുകൾ എയെ നിരസിക്കാൻ ആരംഭിച്ചു. ട്രഡീഷൻ 6 ഉത്ഭവത്തിന് ഇത് കളമൊരുങ്ങി എന്ന് പറയുന്നു. 1942 ഒക്ടോബറിൽ ബിൽഡബ്ല്യുവും ഡോക്ടർ ബോബും ബിഗ് ബുക്ക് റോയൽറ്റിയുടെ പേരിൽ ചെറിയ വിവാദത്തിലുണ്ടായി. തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ട്രഡീഷൻ 8 ഇതിന് കളമൊരുങ്ങിയതെന്ന് കരുതുന്നു. പിന്നീട് 1945 ബിഗ് ബുക്ക് പബ്ലിക്കേഷന് വേണ്ടി വാങ്ങിയ റോക്ക്ഫെല്ലർ കടം അതൊക്കെ അടച്ചു എന്ന് പറയുന്നു. ബിഗ് ബുക്കിന്റെ റോയൽറ്റിയും പാംപ്ലെറ്റ് വരുമാനം മാത്രം മതി എയുടെ നിലനിൽപ്പിന് ഭാവിയിൽ സ്വയം പര്യാപ്തതയ്ക്ക് എന്ന് തീരുമാനിച്ചു. ഇത് ട്രഡീഷൻ എയുടെ വളർച്ചയിലേക്ക് നയിച്ചു.
അങ്ങനെ 946 ഏപ്രിൽ മാസത്തിലെ ഗ്രേപ്പ് വൈനിലൂടെയാണ് 12 സജസ്റ്റഡ് പോയിന്റ്സ് ഓഫ് എ ട്രഡീഷൻസ് അവതരിപ്പിക്കപ്പെട്ടത്. ഇതാണ് ദീർഘരൂപമായിട്ട് അറിയപ്പെടുന്നത്. 949 നവംബറിൽ ഏൾ ടി 12 സജസ്റ്റഡ് പോയിന്റ്സിലെ വന്ന അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ദീർഘരൂപത്തെ ദീർഘരൂപത്തെ ഒന്ന് പരിഷ്കരിച്ച് ഹ്രസ്വമാക്കാൻ വേണ്ടി ആണ് ബിൽഡബ്ല്യൂഡ് നിർദ്ദേശിച്ചത്. ആ ഹ്രസ്വരൂപമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 949 നവംബറിലെ ഗ്രേപ്പ് വൈനിൽ കൂടി ഹ്രസ്വരൂപം പുറത്തു വന്നു. 950 ക്ലീവ്ലൻഡ് കൺവെൻഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ വെച്ചിട്ട് ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടന്നു. ഇതാണ് എൻ്റെ ഒരു റൂട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഇതിനെപ്പറ്റിയുള്ള ചെറിയ ചെറിയ വായനകളിലും ഒക്കെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് ഇതൊക്കെ ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വായിച്ചത്. എന്തായാലും ഈ ഒരു കാലഘട്ടം 45 മുതൽ 50 വരെയുള്ള കാലഘട്ടമാണ് ബിൽഡബ്ല്യൂ നമ്മുടെ ട്രഡീഷൻ ഒന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കാണാം. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പാരമ്പര്യങ്ങൾ നിലവിൽ വരുന്നതിന് വേണ്ടി നിരന്തര യാത്രകൾ, ഗ്രൂപ്പുകൾ തോറും നിരന്തര യാത്രകൾ നടത്തിയിരുന്നു. അപ്പം നമുക്കൊരു നമ്മുടെ ഐക്യം, എയുടെ ഒരു സെറ്റപ്പ്, എയ്ക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ശക്തമായ നിയമാവലികളല്ല വേണ്ടത്, ശക്തമായ പാരമ്പര്യങ്ങളാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ട്രഡീഷൻസ് ആണ് എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ പക്ഷേ അന്നത്തെ ആളുകളുടെ പ്രതികരണം സമ്മിശ്രമായിരുന്നു എന്നാണ് എ ലെഗസി ഓഫ് സർവീസ് എന്ന പാംപ്ലെറ്റിലെ പേജ് 11 പറയുന്നു. അന്നത്തെ കേൾവിക്കാരുടെ പ്രതികരണം സമ്മിശ്രമായിരുന്നു. പ്രശ്നങ്ങൾ നിറഞ്ഞ ഗ്രൂപ്പുകൾ ബിൽഡബ്ല്യൂ ഈ ആശയത്തെ മുന്നോട്ട് വെച്ചപ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു, അല്ലാത്തവര് എതിർക്കുകയുണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞത് ട്രഡീഷൻസ് എന്ന് പറയുന്നത് ബിൽഡബ്ല്യൂവിന്റെ പ്രതീക്ഷയുടെയും ആകുലതയുടെയും ഉത്കണ്ഠകളുടെയും ഒക്കെ വെറും പ്രതിഫലനം മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. ബിൽഡബ്ല്യൂ നിനക്ക് വേറെ ടെൻഷനൊക്കെ ഉണ്ട്, എയുടെ ഭാവി എന്താവെന്ന് ഓർത്ത് നിനക്ക് കുറച്ച് ഉത്കണ്ഠയൊക്കെ ഉണ്ട്. ആ ഉത്കണ്ഠയെ പറ്റിയുള്ള പ്രതിഫലനം മാത്രമാണ് ഈ ട്രഡീഷൻ എന്ന് പറഞ്ഞു നടക്കുന്നത് എന്ന തരത്തിലാണ് കുറെ ആളുകൾ അന്ന് പ്രതികരിച്ചിരുന്നത്. പിന്നീട് ബിൽഡബ്ല്യൂ താങ്കൾ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇഷ്ടമാണ്, താങ്കളുടെ ആത്മീയ അനുഭവത്തെക്കുറിച്ച് ഞങ്ങളോട് പറയൂ, ഞങ്ങൾ കേൾക്കാം, പക്ഷേ ദയവായി ആ ട്രഡീഷനെ കുറിച്ച് പറയാതിരിക്കൂ എന്ന് പോലും ആളുകൾ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ മീറ്റിംഗുകൾ തോറും ബിൽഡബ്ല്യൂ സഞ്ചരിച്ചിരുന്നു. അദ്ദേഹം 942 നടന്ന ഒരു അമേരിക്കൻ നാവികന്റെ കഥ, പൈലറ്റിന്റെ വൈമാനികന്റെ കഥ അദ്ദേഹം സ്ഥിരമായിട്ട് മീറ്റിംഗിൽ പറയുമായിരുന്നു. എഡി റീക്കൻബേക്കറുടെ കഥ. അപ്പൊ എഡി റീക്കൻബേക്കറുടെ കഥ ഒരു എക്കാരന് അത്ര അപരിചിതമാകാൻ സാധ്യതയില്ല. നമുക്ക് എല്ലാവർക്കും അതിന്റെ ചില പോയിന്റ്സ് ഒക്കെ അറിയാം. എഡി റീക്കൻബേക്കർ ഒരു പ്രശസ്ത വൈമാനികനായിരുന്നു. അദ്ദേഹം ഒരുപാട് തവണ അമേരിക്കൻ വൈമാനികനായിരുന്നു. അദ്ദേഹം ഒരുപാട് തവണ പ്രത്യേകിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ വിമാനം ഓടിക്കുമ്പോൾ ഒരുപാട് തവണ അപകടത്തിൽപ്പെട്ടതാണ്, തിരിച്ചു വന്നിട്ടുമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പറ്റി, അദ്ദേഹത്തിന്റെ സാഹസിക കഥകളെ പറ്റി അന്നത്തെ ന്യൂയോർക്ക് റേഡിയോ ഒക്കെ ഒരുപാട് തവണ സംപ്രേഷണം ചെയ്തതാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന് അദ്ദേഹം നഷ്ടപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്ത അവസരത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ധൈര്യവാനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എഡി റീക്കൻബേക്കർ. അദ്ദേഹം 942 ഒരു രാത്രിയിൽ അദ്ദേഹം കൂട്ടരും ഒരു ഫ്ലൈറ്റ് വിമാനം തകർന്ന് കടലിൽ. ഇതിനെപ്പറ്റി എങ്ങനെ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് എങ്ങോട്ടൊന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ ഇതേ കഥ ഉപയോഗിച്ച് 5 or 6 സിനിമ ഹോളിവുഡിൽ അക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. എഡി റീക്കൻബേക്കറുടെ സ്റ്റോറിയെ പറ്റി ബേസ് ചെയ്ത് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ സ്റ്റോറി ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വിക്കിപീഡിയയിൽ വായിക്കാൻ പറ്റും. വിക്കിപീഡിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എഡി റീക്കൻബേക്കർ ആൻഡ് ഹിസ് സ്റ്റോറി ഫിലിം ഹോളിവുഡിൽ അന്നത് സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. ആ സ്റ്റോറിയുടെ കണ്ടന്റ് നമുക്ക് വായിക്കാൻ പറ്റും. അതിലൊന്നും കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഇതാണ് എന്റെ കഥ. അദ്ദേഹത്തിന്റെ ഈ ചാനലിൽ വീണു, കടലിൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പക്ഷെ എല്ലാവരും കൂടി ഒരു ചങ്ങാടത്തില്, ആരും ഉപേക്ഷിക്കപ്പെട്ട ഒരു ചങ്ങാടത്തിലോ ഒരു റാഫ്റ്റ് എന്നാണ് പറയുന്നത്, അതിനകത്ത് കയറി പിടിച്ചു. കടലിൽ വീണ വിമാനത്തിൽ നിന്നും എല്ലാവരും ആ ചങ്ങാടത്തിൽ കയറി പിടിച്ച് ചങ്ങാടത്തിൽ കയറി നിന്നു. പക്ഷെ രക്ഷപ്പെടില്ല എന്ന് അവർ വിചാരിച്ചു. കാരണം രക്ഷപ്പെടില്ല എന്ന് അവർ ചിന്തിക്കാനുള്ള കാരണം അത് സാധാരണയുള്ള ഫ്ലൈറ്റ് റൂട്ട്
സ്ഥിരമായിട്ട് പോകുന്ന ഫ്ലൈറ്റ് റൂട്ടിൽ നിന്നും വ്യത്യസ്തമായ റൂട്ടിലാണ് അവർ പോയത്. അങ്ങനെയാണ് അത് അപകടം ഉണ്ടായത്. പിന്നെ ഒരു തെരഞ്ഞു വരുന്ന ഒരു തെരച്ചിൽ വിമാനം ആ റൂട്ടിലൂടെ രണ്ടാമത് ഇവരെ തിരക്കി വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ കപ്പൽ ചാലുകൾ ഇല്ലാത്തൊരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരു ആള് തെരഞ്ഞു വരില്ല എന്ന് അവര് ഉറച്ചു വിശ്വസിച്ചു. അപ്പൊ അവിടെ ഇരുന്ന് അറ്റ്ലാന്റിക്കിലല്ലേ അവിടെ തണുപ്പും കൊടുത്തണുപ്പും ശൈത്യവും പകൽ സമയത്തെ ചൂടും ഭക്ഷണമില്ലായ്മയും കുറെ അധികം നാവികരുണ്ട്, വൈമാനികരുണ്ട് അതിനകത്ത്. എല്ലാവരും മരണം ഉറപ്പിച്ചതാണ്. എന്നാൽ ഇനി നാട്ടിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല, ഇനി സ്വപ്നങ്ങളില്ല, ഇനി വീടില്ല, ഇനി ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, കാമുകിയില്ല എന്നൊക്കെ അവരെ തന്നെ തീരുമാനിച്ചു. മരിക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോ ഈ അവസ്ഥ വന്നപ്പോൾ എഡി റിക്കൻബേക്കർ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമോ സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് തവണ ഞാൻ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം ഓരോ തവണ രക്ഷപ്പെട്ട കഥകൾ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അവർ കേട്ടപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ കഥ പല പ്രാവശ്യം അദ്ദേഹം അപകടപ്പെട്ട ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ ന്യൂയോർക്ക് റേഡിയോ ഇദ്ദേഹം മരിച്ചുപോയി എന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് പോലും അദ്ദേഹം തിരിച്ചു വന്ന ആളാണ്. സോ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് കേട്ട് ഉത്തേജിതരായി അവര് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അവർ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചത് തിരമാലകളോടും കാലാവസ്ഥയോടും തണുപ്പിനോടും വിശപ്പിനോടും ഒക്കെയാണ് അവര്, കൊടുങ്കാറ്റിനെയും ഒക്കെയാണ് അവര് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചത്. അപ്പൊ അവരുടെ ആ ഫൈറ്റ് എന്ന് പറയുന്നത് അതാണ് ആ സിനിമ. അവരുടെ ആ രക്ഷപ്പെടാനുള്ള ഫൈറ്റ് അതാണ് ആ ഹോളിവുഡ് സിനിമകളുടെ ഒക്കെ ഇതിവൃത്തം. അപ്പൊ അത് ഇന്നത്തെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. വിദേശത്തൊരു ആള് ഇതിന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അന്വേഷിച്ചാലൊക്കെ രസകരമായുള്ള അന്വേഷണങ്ങളാണ് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ തുമ്പുകൾ കിട്ടുമായിരിക്കും. നോക്കാം അതേപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സ്റ്റോറിയോ ഫിലിമിനെ പറ്റിയുള്ള ഐഡിയകൾ എന്തൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ നിൽക്കാം, എല്ലാവരും വായിക്കാൻ ചെയ്യാമല്ലോ, ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയാൽ. അപ്പോ എഡിയുടെയും കൂട്ടരുടെയും കഥ, അവര് യുദ്ധം ആരംഭിച്ചു. നാളെയെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും പദവികളെക്കുറിച്ചും അല്ലെ, അവർക്ക് ഒരുപാട് അവരുടെ ഇടയിൽ തന്നെ പദവി വ്യത്യാസമുണ്ട്. താഴെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാരായ കൂട്ടത്തിലുണ്ട്. പക്ഷെ അതൊന്നും അവര് അപ്പോൾ ശ്രദ്ധിച്ചില്ല. നാളെക്കുറിച്ച് അവർ ആലോചിച്ചില്ല. നാളെ എന്ത്, ഇന്നലെ പറ്റി അവർ ആലോചിച്ചില്ല. ഇന്നലകളെ കുറിച്ച് അവർ ആലോചിച്ചില്ല എന്ന് പറയുന്നു. കഴിഞ്ഞു പോയ കാലം എന്തൊക്കെയായിരുന്നു, എന്നെങ്ങനെയായിരുന്നു എന്ന് അവർ ചിന്തിച്ചില്ല. അവർക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളെ പറ്റി അവര് ചിന്തിച്ചില്ല. അവരുടെ ലക്ഷ്യങ്ങൾ, ജീവിത ലക്ഷ്യത്തെ പറ്റി അവർ ചിന്തിച്ചില്ല. അവരുടെ പദവികൾ, അവർക്ക് ഓരോരുത്തരും ഏതെല്ലാം റാങ്കുകളായിരുന്നു, പദവികളായിരുന്നു, ഇനി നാളെ കിട്ടാൻ പോകുന്ന പദവികളെ പറ്റിയോ അവർ ചിന്തിച്ചില്ല. സമുദ്രത്തിന് അപ്പുറത്തെ സ്വന്തം വീടുകളെ പറ്റി അവർ ഓർത്തില്ല. ആ വീട്ടിലുള്ള ആളുകളെ പറ്റി അവർ ഓർത്തില്ല. പകരം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും മരണത്തെ അതിജീവിക്കാനായിട്ടാണ് അവർ. ഓരോ നിമിഷവും ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നു, ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണം എന്നെ കവർന്ന് കൊണ്ടുപോകാതിരിക്കാനാണ് അവര് ശ്രമിച്ചത്. അതിന് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ മരണം കൊണ്ടുപോകാതിരിക്കാൻ, അങ്ങനെ അതിജീവിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ. ഇത് നമ്മുടെ എക്കാരുടെ ലൈഫുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരവസ്ഥ. നമ്മള് നാളെക്കുറിച്ച് ഇതിനകത്ത് ആലോചിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നങ്ങളെ കുറിച്ച്, ഇതുവരെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ ഇതേപ്പറ്റി നമ്മൾ സ്വപ്നം കാണാത്ത ആൾക്കാരല്ല. പക്ഷെ സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ ആകുലരാകുന്നു. പദവികളെ കുറിച്ച്, ഇതിലെ പദവികളെ കുറിച്ചോ പുറത്തുള്ള പദവികളെ കുറിച്ചോ ലഭിക്കാൻ പോകുന്ന അനുഭവിക്കുന്ന പദവി വ്യത്യാസത്തെ കുറിച്ചോ ഒന്നും നമ്മൾ ആകുലരുന്നു. അതല്ലേ കഴിഞ്ഞ കാലത്തെ പറ്റി നമ്മൾ ഓർത്ത് വേലാതിപ്പെടുന്നു. അതിനൊക്കെ പകരം 24 hours പ്രോഗ്രാം, അല്ലെങ്കിൽ ഇന്നത്തെ ഈ നിമിഷം, ഈ ദിവസം, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ആ കടലിൽ അവര് എഡി റിക്കൻബേക്കറും തൊട്ട് യുദ്ധം ആരംഭിച്ചു. അതിന് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഒരുമിച്ച് നിന്നാലേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അവരെല്ലാവരും ഒരു റാഫ്റ്റിലാണ്, ചങ്ങാടത്തിലാണ്. അപ്പൊ ഈ റാഫ്റ്റ് കൊടുങ്കാറ്റിലെ തിരമാലകളിൽ മറിയാൻ തുടങ്ങുമ്പോൾ അവര് പരസ്പരം
ഭാരം ക്രമീകരിച്ച് രക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോ എല്ലാവരും കൂടി ഒരു സൈഡിൽ പോയിരുന്ന റാഫ്റ്റിന്റെ ഒരു സൈഡിൽ പോയിരുന്ന റാഫ്റ്റ് മറിയും. കൊടുങ്കാറ്റില് ഈ റാഫ്റ്റ് ചാഞ്ചാടുമ്പോ അതിന്റെ ഭാരം ഇവര് ആരും പറയാതെ തന്നെ ക്രമീകരിച്ചുകൊണ്ടിരുന്നു. നീ അത് അവിടെ പോയിരിക്കണം ഇവിടെ പോയിരിക്കണം കമാൻഡിന്റെ ആവശ്യം ഉണ്ടായില്ല. എല്ലാവരും അത് കണ്ടറിഞ്ഞ് ആ റാഫ്റ്റ് മറിയാതെ സംരക്ഷിച്ച് നിർത്തി കൊടുങ്കാറ്റ് വന്നപ്പോ. പിന്നെ മരിക്കാതിരിക്കാനായി അല്പഭക്ഷണം കയ്യിലുണ്ടായിരുന്നു. വേണമെങ്കിൽ വിശപ്പടിച്ചാൽ അതൊക്കെ അടിച്ച് ഒറ്റ ദിവസം ഒരു നേരം കൊണ്ട് തിന്നാവുന്ന ഭക്ഷണമേ ഉള്ളൂ. പക്ഷെ അവര് ആ അല്പഭക്ഷണം അവർ തുല്യമായി പങ്കുവച്ചു. മരിക്കാതിരിക്കാനാണ് അവർ ഭക്ഷണം കഴിച്ചത്, വയറ് നിറയാനല്ല. എനിക്കൊന്നും കിട്ടിയില്ല എന്ന് ആരും പരാതി പറഞ്ഞില്ല. എനിക്ക് തിന്നാൻ കിട്ടിയില്ല എന്ന് ആരും പരാതി പറഞ്ഞില്ല. അല്പഭക്ഷണം തൊണ്ട മരിക്കാതിരിക്കാനൊക്കെ അവർ കഴിച്ചു. മഴയത്ത് കിട്ടിയ ജലം ആർത്തിയോടെ ആരും കുടിച്ചു വറ്റിച്ചില്ല. ജലം ഉണ്ടായിരുന്ന അല്പം അത് ഈ കടലിന് നടുക്ക് ഒരു ചങ്ങാടത്തിൽ നിൽക്കുന്ന അവര് ആരും ആർത്തിയോടുകൂടി അവർ കുടിച്ചു വറ്റിച്ചില്ല. പകരം മരിക്കാതിരിക്കാൻ തൊണ്ട നനച്ചുകൊണ്ടിരുന്നു. അല്ലെ, ദാഹം വന്നാൽ കുടിച്ചു വറ്റിക്കാം. പക്ഷെ ആ ആലോചിച്ച് നോക്കൂ, നടന്ന കഥയാണ്. ആ വരയിൽ നിന്ന് വന്ന കഥയല്ലല്ലോ, നടന്ന കഥയാണ്. അപ്പോ അവര് ആ ഒരു വെയിലത്തും ആ അതിശൈത്യത്തിലും ഒക്കെ അവർ തൊണ്ട നനച്ചുകൊണ്ട് അവര് മഴജലം ശേഖരിച്ചുകൊണ്ട് അവര് പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം അവര് നോക്കൂ, ആ വിശപ്പ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി വഴക്കടിക്കാം, അല്ലേ? ഭക്ഷണത്തിന് വേണ്ടി വാശി പിടിക്കാം, എനിക്ക് കൂടുതൽ ഭക്ഷണം വേണമെന്ന് പറയാം. പക്ഷെ ആരും പരാതി പറഞ്ഞില്ല. മരിക്കാതിരിക്കാൻ, ഞാനും മരിക്കരുത്, നീയും മരിക്കരുത്, നമ്മൾ ആരും മരിക്കരുത്, അതിന് അല്പഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുക. വെള്ളം വേണമെങ്കിൽ ഒരു കവൾ 2 കവൾ അകത്തേക്ക് എടുക്കാം എനിക്ക് വേണമെങ്കിൽ. പക്ഷെ ഞാൻ എന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജലം മാത്രം കുടിക്കുന്നു, നീയും കുടിക്കുക, നമ്മൾ എല്ലാവരും കുടിക്കും, നമ്മൾ ഓരോരുത്തർക്കും രക്ഷപ്പെടണം, തൊണ്ട നിൽക്കും, അല്ലേ? എന്ത് സുന്ദരമായ ഒരു ആശയമാണ് ഐക്യത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെ പറ്റി പറയാൻ, നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട ഐക്യത്തെ പറ്റി പറയാൻ LW ഈ കഥ ഇങ്ങനെയാണ്. അപ്പോ 8 ദിവസത്തിന് ശേഷം അദ്ദേഹം അവർക്ക് ഒരു കടൽ പക്ഷിയെ കിട്ടി. അതിനെ അവർ ഭക്ഷിച്ചു എന്ന് പറയുന്നു. തീകൾ, അങ്ങനെന്തോ പറയുന്നത് പക്ഷികൾ, തീകൾ, അതിനെ അവര് ഭക്ഷിച്ചു. അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് മത്സ്യത്തെ പിടിച്ചു ജീവൻ നിലനിർത്തി. ഭക്ഷണത്തിന് വേണ്ടിയോ ജലത്തിന് വേണ്ടിയോ ആരും ഉപദേശിക്കാതെ അവർ നിസ്വാർത്ഥരായി. അല്ലെ, ചിലർ അവശരായി, ചിലർ രോഗഗ്രസ്തരായി. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ കോട്ടുകൾ ഊരി നൽകി. തണുപ്പേ പനി പിടിച്ച ആൾക്കാർക്ക് സ്വന്തം കോട്ടുകൾ ഊരി നൽകി. ഒരാൾ പ്രാണൻ പിടിഞ്ഞു, ഒരാൾ മരിച്ചു. അദ്ദേഹത്തെ കടലിൽ ആചാരപൂർവ്വം സംസ്കാരം നടത്തി. ഒടുവിൽ 19-ാം ദിവസം അവർ തിരച്ചിൽ വിമാനത്തിന് ദൃഷ്ടിയിൽപ്പെട്ടു. 19 ദിവസം കടലിൽ കഴിഞ്ഞു. അങ്ങനെ 19-ാം ദിവസമാണ് അവർ തിരച്ചിൽ വിമാനത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. വീണ്ടും അവര് ഒരാളൊഴികെ ബാക്കി എല്ലാവരും ജീവിതത്തിലേക്ക്. ഈ കഥ അദ്ദേഹം പറഞ്ഞു, ഏയില് നിസ്വാർത്ഥരാവേണ്ടി വരും. പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും പല ചിന്തകളും പല ആവശ്യങ്ങളും പലർക്കും ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് മരണത്തെ, ഒരു തരത്തിലുള്ള മരണം തന്നെയാണ് നമ്മൾ അനുദിനം ഒഴിവാക്കി. കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മരണത്തെ ഒഴിവാക്കുകയല്ലേ? അങ്ങനെ ഓരോ ദിവസവും മരണത്തെ ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ പരസ്പരം സഹായിക്കേണ്ടതുണ്ട്, ത്യാഗം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വെള്ളം കുടിക്കാൻ, എഡി റീക്കൻബേക്കറുടെ കഥയിലെ നാവികർക്ക് വെള്ളം കുടിക്കാൻ ത്വര ഉണ്ടായപ്പോൾ നമുക്കിവിടെ അധികാരത്തിനും നമുക്കിവിടെ സ്ഥാനമോഹങ്ങൾക്കുമുള്ള അതിഗംഭീരമായ സ്വാർത്ഥതയ്ക്കുള്ള ആഗ്രഹം നമുക്കുണ്ടായേക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് ത്യജിക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെ, സ്വാർത്ഥതകളെ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ്, നമ്മളത് മാറ്റിവെക്കുമ്പോഴാണ് മറ്റുള്ളവർ കൂടി പരിഗണിക്കപ്പെടുന്നതും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങളും സ്വാർത്ഥതയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എല്ലാവരും മരിക്കും. ആ റാഫ്റ്റിൽ അങ്ങനെ സംഭവിച്ചത്. ഒരാൾ 1-2 പേര് സ്വാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ ഒരുത്തൻ 19 ദിവസം ആ കടലിൽ ബാക്കി ഉണ്ടാവില്ല.
അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ അതിജീവിച്ചു. 19 ദിവസം അവർ അതിജീവിച്ചു. ഇതേ അവസ്ഥ തന്നെയാണ് എയിലുള്ളത്. ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്, പരസ്പരം പരിഗണിക്കേണ്ടതുണ്ട്. ഫെലോഷിപ്പിന് മൊത്തം തകരാറുണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ഒരാളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഒരാൾ മെമ്പർ അല്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അതില് കംസ് ഓഫ് ഏജ് പേജ് 97 ഒരു വാചകം പറയുന്നുണ്ട്. നോബഡി ഡെയർ ടു റോക്ക് ദ റാഫ്റ്റ്. അതാണ് നോബഡി ഡെയർ ടു റോക്ക് ദ റാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരുത്തനും ആ റാഫ്റ്റിനെ, ആ ചങ്ങാടത്തെ ഒന്ന് ഇളക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം ചലനത്തെ കൊണ്ട് പോലും ഒന്ന് ചന്തി ഒന്ന് പൊക്കിയാൽ പോലും ഒരുപക്ഷെ ആ റാഫ്റ്റ് മറിഞ്ഞു പോകുമായിരുന്നു. ഒരുത്തൻ പോലും ആ റാഫ്റ്റിനെ ഒന്ന് ചലിപ്പിക്കാൻ, സ്വന്തം ഇഷ്ടത്തിന് ചലിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം ചലിപ്പിച്ചാൽ ആ റാഫ്റ്റ് മറിഞ്ഞ് കടലിൽ പോകും. എല്ലാം കൂടി മറിഞ്ഞ് കടലിൽ പോകും. ഒരെണ്ണം ബാക്കി ഉണ്ടാവില്ല. എത്ര പ്രസക്തമായ ഒരു വാചകം നോക്കൂ. പിടിച്ചു കയറിയ അല്ലെ അവര് ആ കപ്പലിൽ ആ കടലിൽ മറിഞ്ഞു വീഴാൻ കാർന്നു പോകാതിരിക്കാൻ അവർ ഓരോരുത്തരും സ്വന്തം ചലനത്തെ നിയന്ത്രിച്ചു. ഒരാളുടെ തെറ്റായ ചലനം മറ്റുള്ളവരെ അപകടപ്പെടുത്തുന്ന അവർക്ക് മനസ്സിലായി. ശരിയായ ചലനം മറ്റുള്ളവരെ രക്ഷിക്കുമെന്നും അവർക്ക് മനസ്സിലായി. അല്ലെ? some sick and careless members rock the raft. ഇങ്ങനെയും പറയുന്നു. ബട്ട് ഏയിലെ കാര്യം പറയുന്നത് ബട്ട് some of sick and careless members rock the raft. ഏയിലെ കാര്യം പറയുന്നത് ചില രോഗികളായ ആളുകൾ, അല്ലെ, അശ്രദ്ധ ഉള്ള ആളുകൾ, ഇവരൊക്കെ ഈ ചെങ്ങാടത്തെ ഒന്ന് പിടിച്ച് കുലുക്കാറുണ്ട്. ഏയിലെ കാര്യം പറയുന്നത് അമൃതദാഹത്തിന് വിധേയമായി കിട്ടിയ ജലം കുടിച്ചു തീർന്നില്ല, പകരം എല്ലാവരെയും ജീവിക്കാനായി അല്പാൽപ്പം പങ്കുവച്ചു. അപ്പൊ ഇവിടെ പറയുന്നത് നിസ്വാർത്ഥതയാണ്. ഒന്നിനെ ഇതിൽ വന്നിട്ട് സ്വന്തം താല്പര്യങ്ങളെയോ സ്വന്തം ആഗ്രഹത്തെയോ സ്ഥാപിച്ചെടുക്കുവാനായിട്ടുള്ള ശ്രമം അത് ഒഴിവാക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തികളും സ്വയം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ഞാൻ ട്രസ്റ്റി ആവണം, ഞാൻ ഡെലിഗേറ്റ് ആവണം, ഞാൻ ചെയർമാൻ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അത് ഫെലോഷിപ്പ് നമുക്ക് അയച്ചു കൊടുക്കും. നമ്മുടെ സൗകര്യം കൂടി ചോദിക്കും. മിസ്റ്റർ പ്രമോദ്, ആർ യു ഫ്രീ ടു സെർവ്? നിങ്ങളെ സേവിക്കാൻ നിങ്ങൾ ഇപ്പൊ തയ്യാറാണോ? അപ്പൊ ഞാൻ പറയും ഇപ്പൊ തയ്യാറല്ല. കാരണം എനിക്കെന്റെ വീട് പണി, എന്റെ മക്കളെ പറഞ്ഞു എല്ലാം കൂടി നടക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ സർവീസിലേക്ക് ഇറങ്ങാൻ ശരിയാവില്ല, കുറച്ചു കാലം കഴിയും. അല്ലെ? അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ്, ഞാൻ പറയുന്നു ശരിയാണ്, ഞാൻ തയ്യാറായി. ഫെലോഷിപ്പ് ഇങ്ങോട്ട് ചോദിക്കാം. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അല്ലാതെ ഒരു ഇലക്ഷൻ വരുന്നതും ഒരു തീരുമാനം, ഒരു വേക്കൻസി എവിടെയെങ്കിലും വരുമ്പോൾ ഞാൻ പണി തുടങ്ങിയാണ്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം, മറ്റൊന്ന് വോട്ട് ചെയ്യരുത്, ഇവന് വോട്ട് ചെയ്യരുത്, മറ്റൊന്ന് വോട്ട് ചെയ്യരുത്, എനിക്ക് വോട്ട് ചെയ്യണം, എന്നെ ജയിപ്പിക്കണം, എനിക്ക് ഡെലിഗേറ്റ് ആവണം, എനിക്ക് ചെയർമാനാവണം, മലയിലിന് അത് ചേർന്ന തോട്ടങ്ങി കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത്തരം സ്വാർത്ഥപരമായ സ്വന്തം ആഗ്രഹങ്ങൾ, അവനവന്റേതായ സ്വാർത്ഥത നിറഞ്ഞ ആഗ്രഹങ്ങൾ ഫെലോഷിപ്പിനെ മൊത്തത്തിൽ കലുഷിതമാക്കുന്നു. അതിന് നമ്മൾ ത്യാഗം ശീലിക്കേണ്ടതുണ്ട്, നിസ്വാർത്ഥത ശീലിക്കേണ്ടതുണ്ട്. എന്തിനാണ് എന്ന് വെച്ചാൽ അത്തരം നിസ്വാർത്ഥതയാണ് എയെ നിലനിർത്തുന്നത്. അത്തരം ത്യാഗമാണ് എയെ നിലനിർത്തുന്നത്. എഡി റീക്കൻ ബേക്കറും കൂട്ടരും കടലിൽ നിന്നും കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടത് അവർ നിസ്വാർത്ഥത ശീലിച്ചതുകൊണ്ടാണ്. മറ്റാരും പറയാതെ അവർക്ക് മനസ്സിലായി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ കഴിച്ചില്ലാതാണ് മനസ്സിലായി. മര്യാദയ്ക്കൂടെ എല്ലാവരും പരസ്പരം കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കി. അതേപോലെ ഈ ഫെലോഷിപ്പിൽ നിന്നുകൊണ്ട് മരണത്തിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് അവർ ശീലിച്ച ആ നിസ്വാർത്ഥതയും ആ ത്യാഗബുദ്ധിയെയും ഒക്കെ നമുക്ക് ശീലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒന്നാമത്തെ പാരമ്പര്യം പറയുമ്പോൾ ഈ ഒരു സ്റ്റോറി ഒരു വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ നമ്മളത് ഇൻഫർമേഷന് വേണ്ടി ഷെയർ ചെയ്തു. നമുക്ക് ഒരു ടൈമുണ്ടോ? എത്ര മണി വരെ മോഡറേറ്റർ? യെസ്, ടൈമുണ്ട്. 11:30 വരെ ടൈമുണ്ട്. അപ്പൊ ഇതില്
ആ ഒരു കഥ നമുക്ക് ഈ ഒരു ട്രഡീഷൻ വൺ നമ്മൾ എയിൽ നിൽക്കാൻ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കഥയെ പറ്റിയും അതിന്റെ അധ്വാനത്തെ പറ്റിയും അല്ല, എന്തിനാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്, എന്തായിരിക്കണം നമ്മൾ എയിൽ വന്നതിന് ശേഷം നമ്മൾ എന്തായിരിക്കണം എന്ന് ബോധ്യപ്പെടുത്തുന്നത് അതിന് ഈ കഥ അതില് ആ ഒരു കാര്യം പറയുന്നു. അമിത ദാഹത്തിനും അമിത വിശപ്പിന് വിധേയരായി ആരും സ്വാർത്ഥരായില്ല എന്ന് പറയുന്നു. രോഗികളായവരെ മറ്റുള്ളവർ സഹായിച്ചുകൊണ്ടിരുന്നു. ആ ചെങ്ങാടത്തിന്റെ കഥ എന്ന് പറയുന്നത്. കൊടുങ്കാറ്റിൽ കടലിൽ വീണവരെ മറ്റുള്ളവർ രക്ഷിച്ചുകൊണ്ടിരുന്നു. സ്വന്തം ജീവനിൽ സ്വാർത്ഥരായി ആരും ആരെയും രക്ഷിക്കാതിരുന്നില്ല. ചുരുക്കത്തിൽ സ്വാർത്ഥത കൈവിടിഞ്ഞ നാവികർ ജീവിക്കുവാനായി ഐക്യം സ്ഥാപിച്ചു. അവരുടെ പൊതു നന്മ ജീവിക്കുക അഥവാ സർവൈവ്, അതിജീവിക്കുക എന്ന് പറയും. അതിനുവേണ്ടി അവർ പരസ്പരം സഹായിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതാണ് ഈ കഥയുടെ ചുരുക്കം. അതിലൂടെ അടങ്ങിയിരിക്കുന്ന മെസ്സേജ്, അതിലെ അദൃശ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏയിലും ഇത് തന്നെയാണ്. അപ്പോ നമ്മുടെ ഇടയിൽ ഐക്യം ഉണ്ടാവേണ്ടത് നമ്മുടെ പൊതുനന്മ. നമ്മുടെ പൊതുനന്മ എന്നുള്ളത് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിലുള്ള പൊതുനന്മ. എന്തിനാണ് നമ്മൾ ഫെലോഷിപ്പ്, എന്തിനാണ് നമ്മൾ ഏകാരനായത്? അത് ഇവിടെ ചെയർമാനാണോ പ്രസിഡന്റ് ആവാനോ ഒന്നും അല്ലല്ലോ, പേരെടുക്കാനാണോ അല്ലല്ലോ, നമ്മള് അല്ലെങ്കിൽ ഇത് മൊത്തം ഒരു ഡിക്റ്റേറ്റർ ആവാനാണോ വന്നത്? അല്ലല്ലോ. അല്ലെങ്കിൽ സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണോ? മറ്റുള്ളവരുടെ തലയിൽ കയറി ഇരുന്നിട്ട് അവരുടെ തലച്ചോറിൽ നിന്ന് പ്രവർത്തിക്കാനാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ വന്നത്? ഒറ്റ ചോദ്യം അവരോട് ചോദിച്ചാൽ ഒരു ഉത്തരം കിട്ടും. ജീവിക്കണം, ജീവിക്കുക. ആ ഒരൊറ്റ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത്. നമ്മൾ ജീവിക്കണമെങ്കിൽ, നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരും ജീവിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കോമൺ വെൽഫെയർ എന്ന് പറയുന്നത് ജീവിക്കുക അല്ലെങ്കിൽ സർവൈവ് എന്നതാണ്. ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. ഈ കേൾക്കാൻ എന്റെ കൂട്ടരില്ലെങ്കിൽ ഞാൻ പിന്നെ ആരോട് സംസാരിക്കും? ഞാൻ ആരോട് ഷെയർ ചെയ്യും? ഞാൻ ആരോട് എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കും? എനിക്ക് ഇവിടെ സ്പോൺസർ കിട്ടും. എനിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോ പരസ്പരം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, സഹായിച്ചുകൊണ്ട്, പരസ്പരം സ്പോൺസർഷിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു, കൈകോർത്ത് ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ ഒരു കോമൺ വെൽഫെയർ ജീവിക്കുക എന്നുള്ളതിന്റെ അതിനു വേണ്ടി, ജീവിക്കുവാൻ വേണ്ടി, അതിജീവിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു കോമൺ, ഒരു പൊതുനന്മയെ നമ്മൾ കണ്ടെത്തും. നമ്മൾ ഐക്യം ഉണ്ടാകുന്നത് നമ്മൾ. അപ്പൊ ഇതാണ് ഈ ഒരു ട്രഡീഷണലിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രധാന പോയിന്റ് ഇതിൽ പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ പാരമ്പര്യം എന്ന് വായിച്ചു കഴിഞ്ഞ റോഷൻ യെസ്, ടൈമുണ്ട്. അല്ല, പാരമ്പര്യം എന്ന് വായിക്കും. ആദ്യത്തെ ഫസ്റ്റ് അല്ലേ, നമ്മുടെ പൊതുനന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. അത് അതിന്റെ ഹൃദയരൂപമാണ്. നമ്മുടെ പൊതുനന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായത്. ആ വാചകങ്ങൾ ഒന്ന് തിരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന, അതിനകത്ത് അടക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ആശയത്തെ നിത്യം എന്നുള്ളത് വീണ്ടും വീണ്ടും ആ സെന്റൻസിലേക്ക് നോക്കിയതാണ്. നമ്മുടെ പൊതുനന്മയാണ് അതിന്റെ ലക്ഷ്യം. നമ്മുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരം. അപ്പൊ ഇവിടെ ഇതേപ്പറ്റി കൂടുതൽ ഒരുപാട് പഠനങ്ങളും ചർച്ചകളും പഠനങ്ങളൊക്കെ നമുക്ക് നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് റീഡിങ് കിട്ടും, ഒരുപാട് വായനകൾ നമുക്ക് ഇതിനെപ്പറ്റി സംഘടിപ്പിക്കാം.
അതില് ഒരു ഒറ്റ പോയിന്റ് മാത്രം ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു പോയിന്റ് മാത്രം. ഇതില് ഒരു ചോദ്യം, നമ്മുടെ പൊതുനന്മയ്ക്കാണോ പ്രാധാന്യം അതോ വ്യക്തിപരമായ നന്മയ്ക്കാണോ പ്രാധാന്യം? ഒരു ചോദിക്കേണ്ട ചോദ്യമല്ല എങ്കിൽ പോലും നമുക്ക് ആശയം വെളിവാകാൻ വേണ്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. പൊതുനന്മയ്ക്കാണോ അതോ പരമപ്രാധാന്യം അതോ വ്യക്തിപരമായ നന്മയ്ക്കാണോ എന്നുള്ളത് ഒന്ന് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ആ സെന്റൻസിന്റെ ഒരു ആത്മാവിൽ നയിച്ച് എന്നൊന്ന് സ്വന്തമാക്കി വിടാനുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ബിൽഡപ്പ് ചെയ്യുന്ന മനുഷ്യന്റെ ജീനിയസ് ആണ്, അദ്ദേഹത്തിന്റെ മാജിക് ആണ് ആ വാചകം. ശരിക്കും എന്താണ് ലക്ഷ്യം? ഏത് നന്മയ്ക്കാണ്? വ്യക്തിപരമായ മോചനമാണോ അതോ വ്യക്തിപരമായ നന്മയ്ക്കാണോ പ്രാധാന്യം അതോ പൊതുനന്മയ്ക്കാണോ പ്രാധാന്യം? അപ്പൊ അതില് വളരെ വളരെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൊതുനന്മ എന്ന് പറയുന്നത് ഒരു പൈലറ്റ് വാഹനം. ഒരു പൈലറ്റ് വാഹനം, ഒരു മന്ത്രി പോകുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു ജീപ്പ് അടിക്കുന്നു, ഒരു പൈലറ്റ് പോലീസ് വണ്ടി ഉണ്ടാവും, 2-3 പോലീസ് വണ്ടി VIP ആ ബാക്കിൽ വരുന്ന അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വണ്ടി. അപ്പൊ ഇവിടെ കോമൺ വെൽഫെയർ അഥവാ പൊതുനന്മ എന്ന് പറയുന്നത് പൈലറ്റ്. വ്യക്തിപരമായ നന്മയാണ് VIP. അപ്പൊ ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യക്തിപരമായ നന്മയ്ക്ക് തന്നെയാണ്. വ്യക്തിപരമായ നന്മ ഓരോരുത്തരും രക്ഷപ്പെടുന്നതും ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? AA മെമ്പറായി നമ്മൾ ജീവിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് വ്യക്തിപരമായ മോചനമാണ്, വ്യക്തിപരമായ നന്മയാണ്. അല്ലേ? ഇതിൽ അംഗങ്ങളാവുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ റിക്കവറി, വ്യക്തിപരമായ മോചനവും വ്യക്തിപരമായ നന്മയുമാണ് ഇതിന്റെ VIP. പക്ഷേ അത് സാധ്യമാവണമെങ്കിൽ നമ്മുടെ പൊതു നന്മയെ, കോമൺ വെൽഫെയറിനെ നമ്മൾ മുന്നിൽ വിടേണ്ടത്. വ്യക്തി നന്മ സാധ്യമാകണമെങ്കിൽ പൈലറ്റായിട്ട് പൊതു നന്മയെ സ്ഥാപിക്കേണ്ടതുണ്ട്, പൊതു നന്മയെ ലക്ഷ്യമാക്കേണ്ടത്. അത്തരത്തിൽ ഉള്ള ഒരു ആശയമാണ് അദ്ദേഹത്തെ വ്യക്തി ജീവിതം. എത്ര ബുദ്ധിപൂർവ്വം ആലോചിച്ചു. പെട്ടെന്ന് സംഭവിച്ച ഒരു അദ്ദേഹം ഞാൻ ആലോചിച്ചത് ഇദ്ദേഹം എത്ര നാൾ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ആലോചിച്ച് വെച്ചതാണോ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ആശയം, എങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകൾ പോയിട്ടുണ്ടോ നിങ്ങൾക്ക് വെറുതെ ഇത് ചിന്തിച്ചു. അപ്പൊ എല്ലാവരുടെയും മോചനം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ ഈ കോമൺ വെൽഫെയർ, ഓരോരുത്തരുടെയും മോചനം, നന്മയും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എല്ലാവരും നന്നായാൽ മാത്രമേ എല്ലാവരും എല്ലാവരുടെയും നന്മ സംരക്ഷിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി ഗോൾ അടിക്കാമെന്ന് ഊഹിക്കരുത്. അപ്പൊ ഇത്തരത്തില് ഒരു വാചകത്തിന്റെ ഘടന. പിന്നെ ദീർഘരൂപത്തില് വായിക്കുമ്പോൾ ദീർഘരൂപത്തിലൊരു വാണി, A must continue to live or most of us will surely die. A നിലനിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഭൂരിഭാഗവും മരണത്തിലേക്ക്. അപ്പോൾ നേരത്തെ കണ്ട കുറെ കാര്യങ്ങളുണ്ട്. നേരത്തെ കണ്ട എഡിയുടെ അദ്ദേഹം കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചലനത്തെ നിയന്ത്രിച്ചു, ഭക്ഷണത്തിനും വെള്ളത്തിനെയും അവർ ദുരുപയോഗം ചെയ്തില്ല, അവർ സ്വാർത്ഥരായില്ല, രോഗികളെ രക്ഷിച്ചു, ഇഷ്ടങ്ങളെ. എത്ര വലിയ ത്യാഗവും ഈ കൂട്ടായ്മയുടെ സംരക്ഷണത്തിന് ഒട്ടും വലുതല്ലെന്ന് പറയും. എന്ത് തന്നെ ത്യാഗം ചെയ്താലും ചിലപ്പോ വലിയ അത്യാഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ വലിയ മോഹം ഉണ്ടാവും, ചിലപ്പോൾ വലിയ സ്വപ്നങ്ങളുണ്ടാവും ഏകകത്ത്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ ത്യാഗം, എത്ര വലിയ ത്യാഗവും ഈ കൂട്ടായ്മയുടെ സംരക്ഷണത്തിന് ഒട്ടും വലുതല്ല എന്ന് പറയുന്നു. അപ്പൊ എയുടെ ജീവിതം ശരിക്കും നേടുന്നതിനേക്കാൾ ത്യാഗങ്ങൾ നിറഞ്ഞത് എന്ന് നമ്മുടെ ത്യാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ശാരീരികമായ ത്യാഗം ഏൽക്കുന്നതല്ല, അതിനേക്കാൾ മുകളിലേൽക്കുന്ന മാനസികമായ ആത്മീയമായ തരത്തിലുള്ള ത്യാഗങ്ങളുണ്ട്. അല്ലെ? നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വാർത്ഥതയെ, നമ്മുടെ മോഹങ്ങളെ എല്ലാം വിധിക്കേണ്ടതായിട്ട് വരും.
നമ്മുടെ ശീലങ്ങളെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ശീലങ്ങളുള്ള ആൾക്കാരാണ്, ഒരുപാട് മുഖമുള്ള ആൾക്കാരാണ്, ഒരുപാട് രീതികളുള്ള ആൾക്കാരാണ്. അപ്പോ അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജീവിക്കുക, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതിന് എന്ത് ത്യാഗവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് യൂണിറ്റി, ഐക്യം. 2 പോയിന്റ് കൂടി ബന്ധപ്പെട്ടാണ്. ഐക്യം. ഇവിടെ എന്തിനാണ് ആ ഇടി റീക്കൻവേറ്റർ ഐക്യം അല്ലെങ്കിൽ അവരുടെ ആ യാത്രയിൽ ഐക്യപ്പെട്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, ഭക്ഷണത്തിന് വേണ്ടിയല്ല, പാർപ്പിടത്തിന് വേണ്ടിയല്ല, അകാലത്തിൽ മരിക്കാതിരിക്കാനാണ് അവർ ഐക്യം സ്ഥാപിച്ചത്. അത് ആരും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നതല്ല. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് പരസ്പരം കൺട്രോൾ ചെയ്തുകൊണ്ട് പോയാൽ ജീവിക്കാവുന്നതൊക്കെ പൊതുവേ മനസ്സിലായി, ആരും പറയാതെ അല്ലേ. ഇന്നേ ദിവസം ജീവിച്ചിരിക്കാൻ വേണ്ടി ഉള്ളതാണ് എയുടെ ഐക്യം. എഡിയുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് അതൊക്കെ എയുടെ ജീവിതത്തിലും ജീവിതത്തിലും നമ്മൾ അനുവർത്തിക്കേണ്ടതായിരുന്നു. നമ്മുടെ താത്താവൻ പറയുന്നു, നേരത്തെ പറഞ്ഞ ത്യാഗവും നേരത്തെ പറഞ്ഞ അവനവന്റെ ചലനത്തെ നിയന്ത്രിക്കേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നീക്കങ്ങളെ സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചലനത്തെ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അതുണ്ടാവാം, ഏത് മനുഷ്യണ്ടായാലും അതുണ്ടാവുമല്ലോ. മോഹങ്ങളും ഒക്കെ ഒരുപാട് പേരുണ്ടാകുമല്ലോ. പക്ഷെ അതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഐക്യം രൂപപ്പെടുന്നതെന്ന് ഡബ്ല്യു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫാമിലി പ്രൊഡ്യൂഷൻ ഹൗ ഇറ്റ് ഡെവലപ്പ് എന്ന് പറയുന്ന പേജ് 4 ഐക്യം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വളരെ സംക്ഷിപ്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. But a unity cannot be automatically preserved itself. എയിലെ ഐക്യം ഓട്ടോമാറ്റിക് ആയിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല. Like personal recovery, we shall always have to work together to maintain it. Personal recovery നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യും. നമ്മൾ 1-ാം പടി മുതൽ 12 പടി വരെയുള്ള പടികളിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ പേഴ്സണൽ റിക്കവറി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ നമ്മൾ we shall always have to work together to maintain. നമ്മളെല്ലാവരും ഈ കാര്യം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. Here too we surely need honesty. ഇവിടെ നമുക്ക് സത്യസന്ധത വേണ്ടതുണ്ട്, ഹ്യൂമിലിറ്റി വിനയം വേണ്ടതുണ്ട്, ഓപ്പൺ മൈൻഡ്നെസ് അല്ലെ, തുറന്ന മനസ്ഥിതി വേണ്ടതുണ്ട്, അൺസെൽഫിഷ്നെസ് നിസ്വാർത്ഥത വേണ്ടതുണ്ട്, ആൻഡ് എബവ് ഓൾ എല്ലാത്തിനും മുകളിൽ വിജിലൻസ് നിതാന്ത ജാഗ്രത. പേജ് 4 അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ഐക്യം തന്നെ വന്നോട്ടെ എന്ന മട്ടില് ഇരുന്നാൽ എയിൽ ഐക്യം ഉണ്ടാവുന്നില്ല. ഐക്യം തന്നെ വന്നോളും, എല്ലാം ഐക്യം താനെ വന്നോളും എന്ന രീതിയിൽ നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. പകരം പേഴ്സണൽ റിക്കവറിയിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മൾ 1-ാം പടിയിൽ നമ്മൾ 1-ാം പടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, 2-ാം പടിയിൽ 3-ാം പടിയിൽ 4-ാം പടിയിൽ 5-ാം പടിയിൽ മറ്റൊരാളോടും ദൈവത്തോടും തുറന്നു പറയുന്നു അല്ലെ. തെറ്റുകളെ നമ്മൾ മാറ്റിത്തരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ തയ്യാറാവുന്നു അല്ലെ, പരിഹാരങ്ങൾ ചെയ്യുന്നു അല്ലെ. 10-ൽ വരുമ്പോൾ നമ്മൾ അതാ ദിവസത്തെ വിശകലനങ്ങൾ എടുത്തുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പേഴ്സണൽ റിക്കവറി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഹോണസ്റ്റി വേണം, സത്യസന്ധത ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തായിരിക്കണം, ഒരു എക്കാരനായി ഞാൻ എന്തായിരിക്കണമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് മുഖങ്ങൾ ഉണ്ടാവും, ഇതുവരെ ഒരുപാട് മുഖങ്ങൾ ഉണ്ടാവും. ഗോസിപ്പ് പറയുന്ന ഒരാളായിട്ട് ആയിരിക്കും ഞാൻ, അല്ലെങ്കിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരാളായിരിക്കും ഞാൻ, വിമർശനങ്ങൾ മാത്രം പുറത്തേക്ക് കൊടുക്കുന്ന ഒരാളായിരിക്കും ഞാൻ. എനിക്ക് ഒരുപാടിന്റെ സ്വാർത്ഥ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് തലത്തിലുള്ള എനിക്ക് കുഴപ്പങ്ങളുള്ള ഒരാളായിരിക്കും ഞാൻ. അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും എനിക്ക്
എയിൽ ഐക്യം നിലനിർത്താൻ വേണ്ടി ഓണസ്റ്റി ശീലിക്കേണ്ടി വരും. സത്യസന്ധത, നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്താൻ എനിക്ക് പറ്റും. എല്ലാ കാര്യങ്ങളിലും ഓണസ്റ്റി പുലർത്താൻ എനിക്ക് പറ്റേണ്ടതുണ്ട്. ഹ്യൂമിലിറ്റി, വിനയം. ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരും തുല്യന്മാരാണ്. ഒരാളും ഭേദപ്പെട്ടവരോ വേറൊരാൾ മോശക്കാരനോ അല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഒരേ പർപ്പസ് ആണ്. പറയുന്നത് വ്യത്യസ്തമായ ആശയങ്ങളാണെങ്കിലും പറയുന്നത് എന്തൊക്കെയാണെങ്കിലും എത്തിയിരിക്കുന്നത് ഒരേ ലക്ഷ്യത്തിനാണ്. തുല്യന്മാരാണ്, സമന്മാരാണ്. അവിടെ ആ ഹ്യൂമിലിറ്റി ശീലിക്കപ്പെടുന്നത്. ഓപ്പൺ മൈൻഡ്, തുറന്ന മനസ്ഥിതി ഉണ്ടായിരിക്കണം. ഇവിടെ ചിലപ്പോൾ സഹോദരനും സഹോദരിയൊക്കെ വന്നേക്കാം, ഇവിടെ കൂട്ടുകാർ വന്നേക്കാം. ആരൊക്കെ വന്നാലും ശരി, ഈ ഒരു കാര്യം നമ്മൾ തുറന്ന മനസ്ഥിതിക്കാരാണ്. മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ സുഹൃത്തുക്കളോട് നമുക്ക് അടുപ്പമുണ്ടാകും, സുഹൃത്തുക്കള് വേണ്ടി നമ്മൾ വഴങ്ങി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അകത്ത് നമ്മൾ ഓപ്പൺ മൈൻഡാണ്. ഈ പൊതു നന്മയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ഒരു സിദ്ധാന്തം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ മൂടി വെച്ചുകൊണ്ട്, മനസ്സിലെ തീരുമാനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ആവേണ്ടതുണ്ട്. അപ്പൊ ഒരിക്കലും മുൻവിധിയോടുകൂടി ഒന്നിനെയും സമീപിക്കുന്ന ആൾക്കാരല്ല. പ്രത്യേകിച്ചും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നീട് അൺസെൽഫിഷ്നെസ്, സ്വാർത്ഥത അല്ലേ? ഇഷ്ടപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞ് കേൾക്കുക, ഇഷ്ടപ്പെട്ട ആളുകളെ സംസാരിച്ച് കേൾക്കാൻ താല്പര്യപ്പെടുക. ഒരാൾ പറഞ്ഞു കേട്ടു, പണ്ടൊരാൾ പറഞ്ഞു, സ്പോൺസറെ 10 കൊല്ലമായിട്ട് സ്പോൺസറെ കിട്ടിയില്ല എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ കേട്ട മറ്റൊരാൾ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് സ്പോൺസറെ തരുന്നത്? നിങ്ങളോട് ചിരിക്കുന്ന മുഖങ്ങളിൽ മാത്രമല്ലേ നിങ്ങൾ സ്പോൺസറെ തരുന്നത്? അതെ, എന്നെ പുകഴ്ത്തുന്ന ആൾക്കാരുടെ ഇടയിൽ മാത്രമാണ് എനിക്ക് സ്പോൺസറെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അവിടെ മാത്രം തിരഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. നിങ്ങളോട് ചിരിക്കാത്ത ആൾക്കാരോട്, നിങ്ങളോട് സംസാരിക്കാത്ത ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ സ്പോൺസറെ തിരയും, ഒരു പക്ഷേ കിട്ടിയിരിക്കും. അപ്പോ അദ്ദേഹത്തിന് ഒരു സ്പോൺസറെ കിട്ടി. സംസാരിക്കാത്ത ആൾക്കാരുടെ ഇടയിൽ ചിരിക്കാത്ത ആൾക്കാരുടെ ഇടയിൽ തിരഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പോൺസർ കിട്ടി. അപ്പൊ ഇവിടെ തുറന്ന മനസ്സടി, എല്ലാവരും സമന്മാരാണ്. നിസ്വാർത്ഥത, ഒന്നിനെയും വന്നു കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം ഉണ്ടാവേണ്ടതുണ്ട്. സൗഹൃദം, പക്ഷെ പ്രത്യേകമായ സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു ഗ്രൂപ്പിസം നമ്മൾ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഈ സെൽഫിഷ്, നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മളെ ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളാക്കുന്നത്. അതിൽ നിന്നും നമുക്ക് മാറാം. അപ്പോ ഇത് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയെ എങ്ങനെ നേടാൻ കഴിയും എന്നതിനെ പറ്റിയും ബിൽഡബിൾ ഉത്തരം പറയുന്നുണ്ട്. ഐക്യത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ഐക്യം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഐക്യം രൂപപ്പെടാനുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് എങ്ങനെ കടന്നു വരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, when an alcoholic applies the 12 steps of our recovery program to his personal life, his disintegration stops and unification begins. ഒരു ആൽക്കഹോളിക്ക് 12 പടികൾ നമ്മുടെ റിക്കവറി പ്രോഗ്രാമിൽ, ആ 12 പടികളെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുമ്പോൾ, അതിനെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ പരിശീലനം ചെയ്യുമ്പോൾ, ഡിസിന്റിഗ്രേഷൻ സ്റ്റോപ്പ്, അദ്ദേഹത്തിലെ ആൽക്കഹോളിക്കായ മദ്യാസക്തന്റെ ഡിസിന്റഗ്രേഷനുള്ളിലെ ഐക്യമില്ലായ്മ അവസാനിക്കുന്നു. മദ്യാസക്തന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ, അവനവന്റെ ഉള്ളിൽ തന്നെ ഐക്യമില്ലാത്ത അവസ്ഥയാണ് മദ്യാസക്തന്റെ പ്രശ്നം. അവനവന്റെ ഉള്ളിൽ തന്നെ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അവനവന്റെ ഉള്ളിൽ തന്നെ അതോ ഇതോ മറ്റതോ മറിച്ചോ എന്നുള്ള പ്രശ്നം. ആ ഒരു ഡിസിന്റഗ്രേഷൻ ഉണ്ട്. ആ ഒരു ഡിസിന്റഗ്രേഷൻ, ഐക്യമില്ലായ്മ കുറയുന്നതായിട്ടും അതുപോലെ യൂണിഫിക്കേഷൻ, ഒരു ഐക്യ രൂപം ഉണ്ടാവുന്നതായിട്ടും അനുഭവപ്പെടും. അപ്പോ ഈ ഐക്യം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുന്ന വഴി പറഞ്ഞു. അതിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ 12 പടികളുടെ പരിശീലനവും അതിന്റെ ആപ്ലിക്കേഷനും വളരെ പ്രാധാന്യമുള്ള കാര്യം. പ്രത്യേകിച്ച് സർവീസിൽ വരുന്ന ആൾക്കാർ, സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഈ 12 പടികൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാകും. ആരും ഒറ്റ വെക്കേണ്ടി വരും, ആരെയും നിർബന്ധിക്കേണ്ടി വരില്ല.
ഗ്രൂപ്പാണ് ഇവിടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാകുന്നത്. അല്ലെ, ഞങ്ങളാണ്, അല്ലെ ഈ കമ്മിറ്റിയാണ് വലുത് എന്ന് അവർ പറയുന്നു. അല്ലെ, ഏരിയ കമ്മിറ്റി ആണ് വലുത്, ഗ്രൂപ്പ് അല്ല വലുത് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഗ്രൂപ്പാണ് ആ രീതിയിൽ. എയിലെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഘടന എങ്ങനെയാണ്, ആ ഘടന അതിനോട് ചേർന്ന് നിൽക്കാൻ, അതിന് റിബൽ ആവാതിരിക്കാൻ, അല്ലെ, ഇന്റഗ്രേഷൻ, ഒരു ഐക്യപ്പെടലിന് സാധിക്കും. ഉള്ളിലെ ഐക്യപ്പെടല് നടക്കുവാൻ വേണ്ടി 12 പടികൾ എന്ന ഇതിലേക്ക് അയക്കുന്നു പറയുന്നു. പിന്നെ അപ്പൊ അത് ഇത്രയുമാണ് ഇതിന്റെ കാര്യങ്ങളെ പറ്റി പറയുന്നത്. പിന്നെ ഇതില് നമ്മുടെ സർവീസിൽ ഈ ഐക്യം ഉണ്ടായി വരുന്നതിന് നമ്മളുടെ ഈ 12 പാരമ്പര്യങ്ങൾ, ഇതിന്റെ ആദ്യത്തെ പാരമ്പര്യം ഐക്യത്തെ പറ്റിയാണ്. ഈ ഐക്യം ഉണ്ടാവുന്നതിന്റെ അല്ലെങ്കിൽ ഐക്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ബാക്കിയുള്ള 11 പാരമ്പര്യങ്ങളുടെ അനുവർത്തനവും അതിന്റെ അതേ രൂപത്തിലുള്ള പ്രവൃത്തിയും വഴിയാണ് ഐക്യം ഉണ്ടാവുന്നത്. അല്ല, നമ്മുടെ ഏതൊരു കമ്മിറ്റിക്ക് നോട്ടീസും ബോർഡ് ഉണ്ടാക്കാം, നോട്ടീസ് അടിക്കാൻ ബോർഡ് ഉണ്ടാക്കാൻ കമ്മിറ്റി ഉണ്ടാക്കാം. അതുകൊണ്ട് ഏരിയയില് പിന്നെ ഏരിയ കമ്മിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ട്, പിന്നെ ഇന്ത്യ വക ഒരു പഞ്ചായത്ത് കമ്മിറ്റിയും കിടക്കണം. അങ്ങനെയാണോ? അല്ലെ, ഈ കമ്മിറ്റി ഉണ്ടാകാൻ 9ാമത്തെ പാരമ്പര്യം പറയുന്നുണ്ട്. താൽക്കാലിക കമ്മിറ്റിയാണ്, അല്ലെ, അത് സ്ഥിരമായ കമ്മിറ്റികളല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു സബ് ജില്ലാ കമ്മിറ്റിയോ ഒക്കെ കിടക്കണം. അങ്ങനെയുള്ള ഒരു രീതിയല്ല എയുടെ പൊതുനന്മ മൊത്തം എയെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് ചേർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ള എല്ലാ പാരമ്പര്യങ്ങളും എയുടെ ഐക്യത്തെ രൂപീകരിക്കുന്നു. രണ്ടാമത്തെ പാരമ്പര്യമായാലും രണ്ടാമത്തെ പാരമ്പര്യം നമ്മുടെ യഥാർത്ഥ നേതാവ് ആരാണെന്ന്, ഒരു നമ്മുടെ നേതാവ് ആരാണെന്ന് പറയുന്നതാണ് നമ്മുടെ സാക്ഷിയിൽ കൂടി പ്രതിഫലിക്കുന്ന സ്നേഹനിധിയ ദൈവമാണ് നമ്മുടെ നേതാവ് എന്ന് പറയുന്നത്, അല്ലെ, നമ്മളെ നയിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടി നേതാക്കളുണ്ട്. ആ നേതാക്കൾക്കുണ്ടായിരിക്കുന്ന ക്വാളിറ്റി എന്താണെന്ന് NW അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഭരിക്കുന്ന ഒരു ഭരണകർത്താക്കളല്ല നേതാക്കന്മാർ എന്ന് പറയുന്നത്, അല്ലെ. പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ഐക്യത്തോടുകൂടി എല്ലാവരുടെയും സ്വീകാര്യത്തോടുകൂടി കാര്യങ്ങളെ നടപ്പിലാക്കിയെടുക്കുന്നവരാണ് നേതാവ്, അല്ലെ. അപ്പോ ഭരിക്കുന്നവനല്ല എന്ന് പറയുന്നത്, ഉത്തരവുകൾ നടപ്പാക്കുന്നവനല്ല നേതാവ്. നേതാവ് സേവകനാണെന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ പാരമ്പര്യം നേതൃത്വത്തെ പറ്റി പറയുമ്പോൾ, മൂന്നാമത്തെ പാരമ്പര്യം അംഗത്വത്തെ പറ്റിയാണ് പറയുന്നത്. മറ്റൊരു കാര്യം ഇതിൽ ബാധകമല്ല. ഒറ്റ കാര്യം, ഉപയോഗിക്കാതിരിക്കണമെന്നുള്ള അതിൽ നിന്ന് മക്കളെ കിട്ടണമെന്നുള്ള ആഗ്രഹം മാത്രം മതി ചേരാൻ പറയുന്നത് ചെറിയൊരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നേതാവാര്, മെമ്പർഷിപ്പ് ഉണ്ട്. ഏഴാമത്തെ പാരമ്പര്യം വരുമ്പോൾ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം, പണത്തെ ദോഷം വരാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമ്മളെ ആ ഏഴാമത്തെ പാരമ്പര്യം അതനുസരിച്ച് അത് അതേപോലെ നമുക്ക് കൊണ്ടു നടക്കേണ്ടതുണ്ട്. കാരണം അതിൽ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൂഡന്റ് ഫണ്ടടക്കം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. അത് എങ്ങനെ അതിനെ നമ്മൾ വയലേറ്റ് ചെയ്തുകൊണ്ട് ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ എടുത്ത് ബ്ലീഡിന് കൊടുത്ത് എയുടെ പണം എടുത്ത് ഒരു മധ്യാസത്തിന്റെ പണം എടുത്ത് ബ്ലീഡിന് കൊടുക്കുന്ന ഒരു അവസ്ഥയും മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ മാറി മറിഞ്ഞ് നല്ല കാലത്തിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒക്കെ നമുക്ക് അബ്ദം പറ്റി. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പണം കുമിഞ്ഞുകൂടേണ്ട ഒരു സ്ഥലമല്ല, അത് വിനിയോഗിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ സാമ്പത്തിക കാര്യങ്ങളെ പറ്റി നമ്മുടെ ട്രഡീഷൻസ് പറയുന്നു. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഐക്യം, അതിലൂടെ നമ്മുടെ ഐക്യം സ്ഥാപിക്കാൻ കഴിയും. നമ്മുടെ പൊതുജന സമ്പർക്ക പരിപാടികളെ പറ്റി പറയുന്നു, നമ്മുടെ 12ാം പടി പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നു. അപ്പൊ നമ്മുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ട നമ്മുടെ നിലനിൽപ്പിനാധാരമായ സർവ്വ നിർദ്ദേശങ്ങളും അടങ്ങിയതാണ് നമ്മുടെ 2 മുതൽ 12 വരെയുള്ള പാരമ്പര്യങ്ങൾ. ഈ 2 മുതൽ 12 വരെയുള്ള പാരമ്പര്യങ്ങളാണ് ഒന്നാമത്തെ പാരമ്പര്യത്തെ താങ്ങി നിർത്തുന്നത്. ഒന്നാമത്തെ പാരമ്പര്യം ഒരു വലിയ മേൽക്കൂരയാണെങ്കിൽ ആ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് ബാക്കിയുള്ള 11 പാരമ്പര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഒന്നാമത്തെ പാരമ്പര്യത്തിൽ ഐക്യം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വിജിലന്റ് ആയിരിക്കണം. ഓട്ടോമാറ്റിക് ആയിട്ട് ഐക്യം ഉണ്ടാവില്ല. അപ്പോ അതിന് ഒന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നു,
നമ്മൾ വ്യക്തിപരമായ നമ്മുടെ റിക്കവറി അതിന്റെ പ്രാധാന്യമുള്ള കാര്യമാണ്. രണ്ട്, അടുത്ത കാര്യം പറയുന്നു 2 മുതൽ 12 വരെയുള്ള പാരമ്പര്യങ്ങളുടെ അനുവർത്തനം, അവയുടെ പ്രയോഗം, അവരുടെ ആപ്ലിക്കേഷൻ, ഇത് നമ്മുടെ ഐക്യത്തെ നിലനിർത്താനും പ്രിസർവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നതിൽ. പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ സങ്കല്പങ്ങൾ, 12 സങ്കല്പങ്ങൾ, കൺസെപ്റ്റ്, ഇത് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ സർവീസിൽ ഇത് നമ്മൾ ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനെ അങ്ങനെ എഴുതി തള്ളേണ്ട, മറന്നു പോകേണ്ട ഒരു ഏടല്ല. യഥാർത്ഥത്തിൽ അത് നമ്മുടെ സർവീസിലെ പൊൻമുത്തുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ 12 സങ്കല്പങ്ങളിലെ 3 മുത്തുകൾ, റൈറ്റ് ഓഫ് ഡിസിഷൻ, റൈറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, അല്ലെ, പിന്നെ കൺസെപ്റ്റ് 5-ലെ റൈറ്റ് ഓഫ് അപ്പീൽ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. റൈറ്റ് ഓഫ് ഡിസിഷൻ എന്നറിയാം, ഓരോ വിശ്വാസത്തേവനും ഏത് സർവീസ് ലെവലിലാണെങ്കിലും ശരിയായ തീരുമാനമെടുക്കാനുള്ള അവകാശം, അല്ലെ. റൈറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, ഏത് ഘട്ടത്തിൽ പോലും ഒരു അംഗം മറ്റൊരു അംഗത്തിന് പിന്നല്ല, തുല്യമായ പങ്കാളിത്തം ഉണ്ട്, അല്ലെ. തുല്യമായ പങ്കാളിത്തത്തിന് അവിടെ വാല്യൂ ഉണ്ട്, അതാണ് റൈറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. റൈറ്റ് ഓഫ് അപ്പീൽ, ന്യൂനപക്ഷങ്ങൾ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. ഇവിടെ ഒരു കേവല ഭൂരിപക്ഷം പറയുന്നത് ചിലപ്പോൾ ഒരു വൻ ഭൂരിപക്ഷം പറയുന്നത് ശരിയാവണമെന്നില്ല. ഒരു ന്യൂനപക്ഷം പറയുന്നത് ശരിയായിരിക്കും. ഏത് മാത്രം കാണുന്ന പ്രത്യേകതയാണ് റൈറ്റ് ഓഫ് അപ്പീൽ. ന്യൂനപക്ഷത്തെ നമ്മൾ ശ്രദ്ധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇന്റർഗ്രൂപ്പിൽ ഒരു തീരുമാനം വരുന്നു, ഒരു 5000 രൂപ ബാക്കി വന്നു, എന്ത് ചെയ്യണം ഇതിനെപ്പറ്റി ഒരു തീരുമാനം വന്ന് തീരുമാനത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിൽ പാതി പേര്, അല്ലെങ്കിൽ 7 പേര്, 10 പേരുണ്ടെങ്കിൽ ഒരു 7 പേര് ആ പണം എന്ത് ചെയ്യണമെന്നെ പറ്റി തീരുമാനം എടുക്കുന്നു, ബാക്കി 3 പേര് അതിനോട് വിയോജിക്കുന്നു. അപ്പോ 10-ൽ 7 വോട്ട് കിട്ടി, 3 പേരും ഉണ്ടാതിരുന്നു എന്ന് പറഞ്ഞ ധിക്കാരവും ധാർഷ്ട്യവും പറഞ്ഞ ഒരു പ്രഖ്യാപനം നമ്മൾ അവിടെ നടത്തുന്നില്ല. ഉദാഹരണം മാത്രമാണ്. അപ്പോ നമ്മൾ ചെയ്യുന്നത്, ആ 3 പേർക്ക് എന്ത് പറയാനുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഈ തീരുമാനത്തിൽ യോജിക്കുന്നില്ല. ഒരു ഏരിയ കമ്മിറ്റി പുതിയതുണ്ടാവുന്നു, ആ ഏരിയ കമ്മിറ്റിയിൽ ഒരു 1-2 ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ 1-2 ഇന്ത്യൻ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ 1-2 ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ പുതുതായിട്ടുണ്ടാകുന്ന ഏരിയ കമ്മിറ്റിയിൽ ചേരാൻ സന്നദ്ധരാവുന്നില്ല. എന്തുകൊണ്ട്? ഭൂരിപക്ഷ ആൾക്കാർ സന്നദ്ധരായി, അതുകൊണ്ട് നിങ്ങൾ സന്നദ്ധരാവണം എന്ന് നമുക്ക് കടമ്പിടുത്തം പിടിക്കാൻ പറ്റില്ല. അവരെന്ത് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നു. ആ ന്യൂനപക്ഷം പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, ആ ന്യൂനപക്ഷം പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാവുന്നു. അതിൽ ശരിയായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ ആക്ഷേപങ്ങളും ഒക്കെ ഒരുപക്ഷെ ഭൂരിപക്ഷത്തിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ റൈറ്റ് ഓഫ് അപ്പീൽ, ന്യൂനപക്ഷങ്ങളെ നമ്മൾ തള്ളുന്നില്ല, അവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നത് നമ്മുടെ ഐക്യം സ്ഥാപിക്കാനുള്ള ഒരു ബാധ്യതകളായിട്ട്. അപ്പൊ നമ്മുടെ താൽക്കാലികമായ സൗകര്യപ്രദമായ മെത്തേഡിന് വേണ്ടി കൊണ്ടുപോകുന്നതല്ല നമ്മുടെ രീതി. പലപ്പോഴും അങ്ങനെ കണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതല്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഐക്യം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും പഴമക്കാരൻ പറഞ്ഞ കാര്യം കേട്ട് നമ്മൾ തയ്യാറാകും. പഴമക്കാരൻ പറയുന്നു ഇന്ന തീരുമാനത്തിന് എല്ലാവരും അംഗീകരിക്കണം. ഇന്ന തീരുമാനത്തെ അംഗീകരിക്കാൻ പറയുമ്പോൾ അതിൽ 20 ആളുണ്ടെങ്കിൽ 15 ആൾ അംഗീകരിക്കും, 5 ആൾ അംഗീകരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ 5 ആളെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇറക്കി കുട്ടികളൊക്കെ വിടും, അവരെല്ലാം പോട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ അതും ചെയ്യും. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ 5 പേരെന്ത് പറഞ്ഞു, അവരെന്തുകൊണ്ട് വിയോജിക്കുന്നു എന്ന് കേൾക്കാൻ തയ്യാറായാൽ മാത്രമേ ഐക്യം നിലനിൽക്കുന്നുള്ളൂ. അവരുടെ മനസ്സിൽ എന്ത്, അത് നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ പകുതി ഐക്യം അവിടെ പ്രിസർവ് ചെയ്യപ്പെടും. പകരം അവരെ കുത്തിയിളക്കി അവര് നമ്മുടെ കൂടെ അല്ല, അവരുടെ തീരുമാനം നമ്മുടെ കൂടെ അല്ല, അവർ നമ്മളെ ചീത്താന്മാരാണ് എന്ന് പറഞ്ഞ് അവരെ തള്ളി ഇറക്കി വിടാനാണ് ശ്രമമെങ്കിൽ ആ കമ്മിറ്റിയുടെ ഐക്യം അവിടെ തീരും. ആ കമ്മിറ്റിയിൽ അപ്പൊ തന്നെ ഒരു റിബൽ കമ്മിറ്റി ഉണ്ടാവും എന്ന് കാര്യത്തിൽ തർക്കമില്ല. കാരണം ആൽക്കഹോളിക് ആയ മനുഷ്യനാണ് ഇതിലാണ്. ഈ ഒരു രീതി കൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ഇന്ത്യൻ ഗ്രൂപ്പുകളും ഇത്രയേറെ എസ് കമ്മിറ്റികളും ഉണ്ടാവുന്നതെന്ന് ചിന്തിച്ചു നോക്കും. അപ്പോ റൈറ്റ് ഓഫ് അപ്പീൽ വലിയൊരു കാര്യമാണത്. നമ്മൾ വളരെ ചുരുക്കം മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അനാമധേയത്വം എന്ന് പറയുന്ന ആശയം നമ്മളെ ഐക്യത്തെ ഒരുപാട് പ്രിസർവ് ചെയ്യുന്ന കാര്യമാണ്. എയുടെ പേരിൽ അറിയപ്പെടാൻ ആരും താല്പര്യക്കുന്നില്ല, അല്ലെ. വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടി, നേട്ടത്തിന് വേണ്ടി എയുടെ പേര് ആരും ഉപയോഗിക്കുന്നില്ല. അതിന് ഞാൻ മാറി നിൽക്കും. അനാമധേയത്തിന്
നിയമത്തിന്റെ പരിരക്ഷയല്ല. അതിന് ആത്മീയമായ സ്വയം പ്രൊട്ടക്ഷനാണ് അനാമത്തയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മാറി. അതുപോലെ റൊട്ടേഷൻ, അത് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഒരു സർവീസ്, ഒരു സേവന പദത്തിൽ ഇരുന്നാൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്തിന്? അടുത്ത ആൾക്ക് കടന്നു വരാൻ. ഞാൻ മാറി നിൽക്കുമ്പോൾ എനിക്ക് എയുടെ ഒരു സ്ഥാനം ഒരു സർവീസ് പോസ്റ്റും സ്ഥിരമല്ല, ഒരു സേവന തലവും സ്ഥിരമല്ല. മാറി നിൽക്കേണ്ടത്. മാറി നിൽക്കുമ്പോൾ ഒരു പുതിയ ആൾക്ക് കടന്നു വരാനും എനിക്ക് മാറി നിൽക്കാനുമുള്ള ഒരു 2 വഴികൾ അവിടെ തുറക്കപ്പെടുന്നു. കടന്നു വരുന്നവന് പ്രവർത്തിക്കാനുള്ള പുതിയ മാനസികാവസ്ഥയും മാറിക്കൊടുക്കുന്ന എനിക്ക് ഒരു കടന്നു വരുന്നവനെ സ്വീകരിച്ചുകൊണ്ട് മാറിക്കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷം അനുഭവിക്കാനുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ 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 കെയർഫുൾ ആയെങ്കിൽ മാത്രമേ, വിജിലന്റ് ആയി നിന്നാൽ മാത്രമേ, LW അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ വിജിലന്റായി ശ്രദ്ധയോടുകൂടി നിതാന്ത ജാഗ്രത പുലർത്തിയാൽ മാത്രമേ എയുടെ ഐക്യം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അതിന് എയുടെ ബാക്കിയുള്ള 12 പാരമ്പര്യങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായി ബാക്കിയുള്ള ഐ എം വെരി സോറി, സമയം കുറയാൻ എടുത്തു. ഇവിടെ നിർത്താം. ടെക്നിസ്റ്റ് ഉണ്ട്.